ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിജയദാസ് ചെട്ടിക്കോണം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 12-ാം വചനത്തിൽ നിന്നും ഒരു വാക്ക് ഉദ്ധരിക്കുകയാണ്. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചെയ്ത ഒരു ആഹ്വാനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ 3.5 വർഷത്തോളം കർത്താവിനോടുകൂടെ സഞ്ചരിക്കുകയും കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും താൻ എന്തിനാണോ ലോകത്തിലേക്ക് കടന്നു വന്നത് ആ ഉദ്ദേശം പൂർത്തീകരിക്കുവാനുള്ള വലിയ നിയോഗം നൽകിയ തൻ്റെ വാത്സല്യ ശിഷ്യന്മാർ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാതെ അവിശ്വാസവും നിരാശയും പൂണ്ടവരായിട്ട് അവർ കടലിലേക്ക് വലയുമായി കടന്നുപോയ രാത്രിയിൽ അവർ നിരാശരായി ഒന്നും പിടിക്കാതെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടെങ്ങനെ എന്നുള്ള ചോദ്യമായിട്ട് അവർ കരയ്ക്കടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതായ സന്ദർഭം. ഈ അവസരത്തിലാണ് കർത്താവ് കരയിൽ നിന്നുകൊണ്ട് അവരോട് ചോദിക്കുന്ന ആ ചോദ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവരുടെ പക്കൽ ഒന്നുമില്ല എന്ന് കർത്താവിന് നന്നായിട്ടറിയാം. പക്ഷേങ്കിൽ കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് അവരെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുകയും തന്നെയുമല്ല, അവർക്ക് വേണ്ടി കരുതുവാൻ താൻ സർവശക്തനാണെന്നും മതിയായവനാണെന്നും അവരെ പഠിപ്പിക്കുവാൻ താൻ തൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണ പാനീയങ്ങൾ ഒരുക്കി അവർക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നതായ കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടുകൂടെ ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ വാത്സല്യത്തോടുകൂടെ കർത്താവ് ശിഷ്യന്മാരെ തൻ്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്തിട്ട് അവരെ കേവലം അവർ തിന്നുകുടിച്ച് തൃപ്തരായി വീണ്ടും അവരെ ആ പഴയ പണിക്ക് പറഞ്ഞയക്കുവാനായിട്ടല്ല കർത്താവ് ആഗ്രഹിച്ചത്. നമുക്കറിയാം, പത്രോസിനെ വിളിക്കുമ്പോൾ, മറ്റ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്നാൽ മനുഷ്യരെ പിടിക്കുവാനായിട്ടുള്ള ആ ആഹ്വാനം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി അനേകായിരങ്ങളെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരുവാനുള്ള ആഹ്വാനം അവർ ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനോട് കൂടെ വസിച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് മുന്നോട്ട് പോയി അവർ കർത്താവിൻ്റെ ആ വലിയ നിയോഗം ഏറ്റെടുക്കേണ്ടുന്നവരായിരുന്നു. വേണമെങ്കിൽ പത്രോസിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വലിയ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് തന്നെ മടക്കി വരുത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇവിടെ കർത്താവ് പത്രോസിനെ ഏൽപ്പിക്കുന്ന പുതിയ ഉത്തരവാദിത്തമാണ് അടുത്തതായിട്ട് നാം കാണുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളവിടെ വായിക്കുന്നുണ്ട്, നീ ആടുകളെ മേയ്ക്കുക. പത്രോസിന് അതുവരെയും പരിചയമില്ലാത്ത ഒരു കാര്യമാണ് ആടുകളെ മേയ്ക്കുക എന്നുള്ളത്. നമുക്കറിയാം, സമുദ്രത്തിലെ ജോലികൾ മാത്രം ചെയ്ത് പരിചയിച്ചതായിരിക്കുന്ന പത്രോസിനോട് നീ ആടുകളെ മേയ്ക്ക എന്ന് പറയുമ്പോൾ അതെങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? കടലിൽ ആയിരുന്ന മനുഷ്യനെ പെട്ടെന്ന് തന്നെ അത് കാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു അനുഭവമായിട്ട് മാറുകയാണ്.
എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്ക് അവർ ഏറ്റെടുക്കുവാൻ, വിശ്വസിക്കുവാൻ തയ്യാറായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതനുസരിക്കുവാൻ തയ്യാറായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും കർത്താവ് നൽകിയ വലിയ നിയോഗം അവർക്ക് നിറവേറ്റുവാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. തുടർന്ന് പത്രോസിനെ ദൈവം ധൈര്യപ്പെടുത്തുന്നതായിരിക്കുന്ന വേദഭാഗം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നീ വയസ്സായ ശേഷം നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൈപിടിച്ച് നടത്തപ്പെടും എന്നാണ്. നമുക്കറിയാം, പത്രോസ് താൻ ജീവിച്ചിരുന്നപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ യൗവന പ്രായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് വന്ന ആ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതായിരിക്കുന്ന സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ആ നിസ്തുല്യമായിരിക്കുന്ന ജീവിതം താൻ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയാതെ ഭയം തന്നെ പിടികൂടിയപ്പോൾ യേശുക്രിസ്തുവിനെ താൻ തള്ളിപ്പറഞ്ഞു. താൻ പിന്മാറ്റത്തിലേക്ക് പോയതായിട്ട് നാം കാണുന്നു. എന്നാൽ പിന്നീട്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു നിയോഗം താൻ നിറവേറ്റിയതിൻ്റെ ഒടുവിലത്തെ സമയത്തേക്ക് കടന്നു വരുമ്പോൾ താൻ ആ യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനെ തന്നെ വച്ചു കൊടുക്കുവാൻ തയ്യാറാകും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ ജീവനെ വിലയേറിയതായി എണ്ണാതെ തൻ്റെ പ്രാണനാഥനായ യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നെ ക്രൂശിക്കുവാനായിട്ട്, അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തിൽ നിന്നും വലിയ ഒരു ക്രൂരമായ ശിക്ഷ തന്നെ അന്നത്തെ ഗവൺമെൻറ് കൊടുക്കുവാനായിട്ട് നിശ്ചയിക്കുമ്പോൾ താൻ ഒരിക്കലും അത് നിരസിക്കാതെ അത് സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഒടുവിലത്തെ സന്ദർശനവും തന്നെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള കർത്താവിൻ്റെ ചോദ്യവും തന്നെയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, വാസ്തവമായിട്ട് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള ആ വലിയ ആഹ്വാനം നാം ഇന്ന് ഏറ്റെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ഈ ലോകത്തിലുള്ള മറ്റെന്തിനോടുമുള്ള സ്നേഹത്തേക്കാൾ അധികം കർത്താവിനോടുള്ള സ്നേഹം കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആ സ്നേഹത്തിൽ നാം വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ നാം പറയുന്ന ആത്മീയമായിരിക്കുന്ന ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വിലയുള്ളതല്ല എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. അവസാനമായിട്ട് തന്നോട് കർത്താവ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: എന്നെ അനുഗമിക്കുക. ആ ഭാഗം നാം ഒടുവിലായിട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ആ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഫോളോ മീ, എന്നെ അനുഗമിക്കുക. കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് ഇതിനു മുമ്പും ഒരാഹ്വാനം കർത്താവ് നൽകിയതാണ്. എന്നാൽ പകുതിക്ക് വെച്ച് ആ യാത്ര മുറിഞ്ഞുപോയി. എന്നാൽ വീണ്ടും അത് കൂട്ടി യോജിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് പത്രോസിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയും തൻ്റെ ആ സ്നേഹം മടക്കിക്കൊണ്ടുവരികയും കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ്റെ പദവിയിലേക്ക് തന്നെ ഉയർത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തന്നോട് ഇടപെടുന്നതായിരിക്കുന്ന സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. എന്നെ അനുഗമിക്കുക എന്നുള്ള ഉറച്ച ശബ്ദത്തിൻ്റെ മുന്നിൽ പത്രോസ് പിന്നെ ഒന്നും ആലോചിക്കാതെ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പുനഃപ്രതിഷ്ഠ നടത്തി കർത്താവിങ്കിലേക്ക് മടങ്ങി വന്ന പത്രോസ് തൻ്റെ അവസാന ശ്വാസം വരെയും ഈ അരിമനാഥന് വേണ്ടി, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചതായും തൻ്റെ രക്തം ഒഴുകി താൻ പ്രാണൻ വെടിയുന്നവരെയും താൻ കർത്താവായ യേശുക്രിസ്തു എന്താണോ തന്നെ ഫലമേൽപ്പിച്ചത് ആ വലിയ ദൗത്യം നിറവേറ്റുന്നതിൽ വളരെ ശ്രദ്ധയുള്ളവനായിട്ട് ഇരുന്നു എന്നുള്ളത് നമുക്ക് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു മാതൃകയാണ്. ഇന്ന് ഈ സമയത്ത് ഞാൻ ഈ ഭാഗത്തു നിന്നും പറഞ്ഞവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചിന്ത എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ അവസ്ഥകളും സമ്പൂർണ്ണമായി അറിയുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മളെ ശക്തീകരിക്കുവാൻ, നമ്മളെ അരമുറുക്കുവാൻ,
നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന ബലഹീനതകളും നീക്കി നമ്മെ ശക്തീകരിച്ച് തൻ്റെ വേലയ്ക്കായി, തൻ്റെ ശുശ്രൂഷയ്ക്കായി, തൻ്റെ പ്രവർത്തനങ്ങൾക്കായി സജ്ജരാക്കുവാൻ കഴിയുന്ന ആ ശക്തിയുള്ള കരങ്ങളിൽ നാം ബലത്തോടെ അമർന്നിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ നിലയിൽ കർത്താവിനെ അനുഗമിച്ച് മുന്നേറുവാൻ ഈ ചിന്ത ശ്രമിക്കുന്ന എല്ലാവർക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.